പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ പൊന്നു തമ്പുരാൻ്റെ പാദപീഠത്തിൽ സ്നേഹപൂർവ്വം ചേർന്ന് ഇരിപ്പാൻ കർത്താവ് കൃപ തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നാം അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ധ്യാനത്തിനായി തമ്പുരാൻ വളരെ സ്നേഹത്തോടെ ഒരു ചിന്ത നമുക്ക് പകരുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി വിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ തിരുവചനങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയെടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീനെന്ന് അപ്പോസ്തലനായ പൗലോസ് കുറിച്ച് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ്. യുദ്ധക്കളത്തിൽ നിൽക്കുന്ന ഒരു പടയാളിക്ക് തുല്യമാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. നമുക്ക് പോരാട്ടമുണ്ട് എന്ന് പറയുമ്പോൾ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഒരു വലിയ സംഗതി, നാം പോരാടേണ്ടിയിരിക്കുന്നത് എതിരാളിയായ ഒരു വ്യക്തിയോടോ ഒരു ശത്രുവിനോടോ എന്നുള്ളതിലുപരി നമ്മുടെ മോഹങ്ങളോട്, നമ്മുടെ ആസക്തികളോട്, നമ്മെ കീഴടക്കാനായിട്ട് സാധ്യതയുള്ള പാപചിന്തകളോട്, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മെ വ്യതിചലിപ്പിക്കുന്ന ലോക ഇമ്പങ്ങളോട്, നമ്മളെ കർത്താവിന് അന്യരാക്കി തീർക്കുന്ന എല്ലാവിധമായ മോഹങ്ങളോട്, ഇതിനെയെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് അപ്പോസ്തലൻ പറയുന്നത് ദുഷ്ടൻ്റെ തന്ത്രങ്ങളാണിത്. ഏദൻ തോട്ടത്തിൽ ഹൗവയെ വശീകരിച്ചത് ഈ ദുഷ്ടൻ്റെ തന്ത്രമാണ്. തന്ത്രങ്ങളിലൂടെയാണ് ഈ ഇടപെടലുകളൊക്കെ നടക്കുന്നത്. പക്ഷേ അവിടെ എൻ്റെ നിലപാടെന്തായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ദുഷ്ടൻ അവൻ്റെ പണി ചെയ്യും. അത് വളരെ സമർത്ഥമായിട്ടും വളരെ ഭംഗിയായിട്ടും ദുഷ്ടൻ ചെയ്യും. ഞാൻ എൻ്റെ പണി ഭംഗിയായി ചെയ്താൽ ദുഷ്ടൻ തോൽക്കും. പലപ്പോഴും ദുഷ്ടൻ ജയിക്കാനുള്ള കാരണം ഞാൻ എൻ്റെ പണി ഭംഗിയായി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് വശീകരണവുമായി പാമ്പ് വന്നപ്പോൾ നീ നിൻ്റെ ജോലി നോക്കിക്കോ, ഇതേക്കുറിച്ച് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നും ഇവിടെ ചിലവാകില്ല എന്ന് വ്യക്തമായി മറുപടി പറഞ്ഞിരുന്നെങ്കിൽ പാമ്പ് അവൻ്റെ വഴിക്ക് പോയേനെ. പക്ഷേ ഇവിടെ ഈ വശീകരണ വാക്കുകളിൽ പിടിക്കപ്പെട്ടിട്ട് ദൈവം പറഞ്ഞത് അവിടെ മറന്നു. ദൈവത്തെ അവിടെ മാറ്റി നിർത്തി മുഴുവൻ ബ്രെയിനും ഇതിനകത്തേക്ക് കൊണ്ടുവന്നു. ഈ പറഞ്ഞ വാക്കിനെക്കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങി. ഇത് തിന്നാൽ ദൈവത്തെ പോലെയാകുമെന്ന ചിന്ത, ദൈവത്തെ പോലെയാകാനുള്ള മോഹം, ദൈവമായി തീരും ഞാനെന്ന ചിന്ത, അതിൽ മനസ്സങ്ങ് മൂടിപ്പോയപ്പോൾ കീഴടങ്ങിപ്പോയി, പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, തന്ത്രശാലിയായൊരു ശത്രുവുണ്ട് ദൈവമക്കൾക്ക്. അവൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിൻ്റെ എല്ലാവിധമായ ആയുധങ്ങളും ഒരു വിശ്വാസി ധരിച്ചിരിക്കണമെന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു പടയാളി ഒരുക്കമുള്ളവനായിരുന്നേ മതിയാകുകയുള്ളൂ. ഇവിടെ അപ്പോസ്തലൻ അവതരിപ്പിക്കുന്ന റോമൻ പടയാളിയുടെ പടയൊരുക്കത്തെക്കുറിച്ചാണ്, പടച്ചട്ടയെക്കുറിച്ചാണ്.
അവൻ കരുതേണ്ട ആയുധങ്ങളെക്കുറിച്ചാണ്, അവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി പ്രതിരോധം തീർക്കേണ്ടതിനെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നത് റോമൻ പടയാളികളുടെ പടയൊരുക്കമാണ്. അതിനോട് ഉപമിച്ച് ഒരു ദൈവപൈതലിൻ്റെ പടയൊരുക്കം എങ്ങനെയായിരിക്കണമെന്ന് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുകയാണ്. പോരാടേണ്ടത് ജഡരക്തങ്ങളോടല്ല. ശരിക്കും ഒരു ദൈവപൈതൽ പോരാടേണ്ടി വരുന്നത് സ്വന്തം ശരീരത്തോടല്ല, ഈ ജഡരക്തങ്ങളോടല്ല. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ശക്തി ദൈവം മനുഷ്യന് വെച്ചിട്ടുണ്ട്. എന്നാൽ വാഴ്ചകളോട് പോരാടണം, അധികാരങ്ങളോട് പോരാടണം, ഈ അന്ധകാര ലോകത്തിലെ ഭരണാധിപന്മാരോട് പോരാടണം, ആകാശമണ്ഡലത്തിൽ ദുരാത്മസേനകളോട് പോരാടണം. ആകയാൽ ദൈവം കൽപ്പിക്കുന്നു, നിങ്ങൾ അതിന് ശക്തരാകേണ്ടതിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുക. പൂർണ്ണ ആയുധങ്ങളും എടുത്ത് ഒരു പടയാളി ഒരുങ്ങുന്നത് പോലെ ഒരുങ്ങുക. ഓർക്കണം ദൈവമക്കളെ, എപ്പോഴും ഉള്ളിലൊരു ബോധമുണ്ടായിരിക്കണം, ഞാനൊരു പടയാളിയാണ്, ഞാൻ ഒന്നും മറന്നിട്ടില്ല, പൂർണ്ണ ഒരുക്കത്തോടെയാണ് നിൽക്കുന്നത്. ഏത് പോരാട്ടത്തെയും നേരിടാൻ ഞാൻ കരുത്തനാണ്, കരുത്തയാണ്, ശക്തയാണ് എന്ന ബോധം ഇതെപ്പോഴും ഒരു ദൈവപൈതലിനെ ഭരിച്ചുകൊണ്ടിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി ചേർത്ത് വെച്ച് പറയുകയാണ്, നിങ്ങൾ അവസാനം വരെ ചെറുത്ത് നിൽപ്പാൻ, ഉറച്ചു നിൽപ്പാൻ സർവായുധവർഗം ധരിക്കണം. ഇത് ധരിച്ചാലേ അവസാനം വരെ ഉറച്ചു നിൽപ്പാനും ചെറുത്ത് നിൽപ്പാനും കഴിയുകയുള്ളൂ. ഇപ്പോൾ പടച്ചട്ടി അണിഞ്ഞു, പോരാട്ടം കഴിഞ്ഞത് അഴിച്ചു വെച്ചു, വീണ്ടും ആവശ്യം വന്നപ്പോൾ പടച്ചട്ടി അണിഞ്ഞു, പോരാട്ടം കഴിഞ്ഞത് അഴിച്ചു വെച്ചു എന്ന് വരരുത്. അങ്ങനെ വന്നാലുള്ള കുഴപ്പം, പടച്ചട്ടി അണിയാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ശത്രു അവൻ്റെ ജോലി ചെയ്ത് തീർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഫുൾ ടൈം ഒരുങ്ങി നിൽക്കുക, ജാഗ്രതയോടെ നിൽക്കുക, സന്നദ്ധരായി നിൽക്കുക എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ അപ്പോസ്തലൻ ഇവിടെ നമുക്ക് തരുന്നുണ്ട്. മുഴുവൻ സമയവും വിജിലൻ്റായി പടക്കളത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പടക്കളത്തിൽ നിൽക്കുന്ന പടയാളിയെപ്പോലെ ഒരു ദൈവപൈതൽ നിൽക്കണമെന്ന് ഞാനീ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ മക്കളോട് പറയാറുണ്ട്, നിങ്ങൾ യുദ്ധക്കളത്തിലാണെന്ന് ഓർമ്മ വേണം. ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസ്സ് മറ്റൊന്നിൽ വ്യാപരിക്കരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഉന്നതമായ വിജയം നിങ്ങൾ കൈവശപ്പെടുത്തണമെങ്കിൽ ഒരു പടയാളിക്ക് തുല്യം നിങ്ങൾ പൂർണ്ണ ഏകാഗ്രതയോടെ പടവെട്ടിക്കൊള്ളണം. മറ്റ് പല കാര്യങ്ങൾ അന്വേഷിക്കാൻ പോയാൽ ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഈ പരീക്ഷ നിങ്ങൾക്ക് പരാജയമായി മാറും. അതങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. പടയാളിയുടെ പടച്ചട്ട ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ്. അരയ്ക്ക് ബെൽറ്റുണ്ട്, അത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുകയാണ്. എന്തിനാണ് ഈ അരമുറുക്കി കെട്ടുന്നത്? അച്ഛനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അരമുറുക്കി കെട്ടുന്നതിനൊരു കാരണമുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഉരിഞ്ഞു പോയാൽ അവന് പിന്നെ വേറെ ഒരു ചിന്തയും കാണില്ല, ആ വസ്ത്രം ഉടുക്കണമെന്ന ചിന്തയെ കാണത്തുള്ളൂ. കാരണം മനുഷ്യൻ തന്നെ നഗ്നത പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അത് ആരും കാണരുത് എന്ന ചിന്തയുള്ളത് കൊണ്ട് ആയുധം താഴെ വെച്ചിട്ടവൻ അരമുറുക്കി കെട്ടാനായിട്ട് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനായിട്ട് പോകും. ഈ നിമിഷം മതി ശത്രുവിന് അവൻ്റെ ജോലി ചെയ്ത് തീർക്കാൻ. അപ്പോൾ പടക്കളത്തിൽ നിൽക്കുന്ന സമയം അത്രയും തൻ്റെ വസ്ത്രത്തെക്കുറിച്ചുള്ള ആവലാതി ഒരു പട്ടാളക്കാരൻ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ ആ പട്ടാളക്കാരൻ പരാജയപ്പെടും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അരമുറുക്കി കെട്ടുന്നത്. അത് സന്നദ്ധതയെ കുറിക്കുന്നതാണ്. ഞാൻ റെഡി, ഇനി എനിക്ക് ആശങ്കയില്ല, ഞാൻ അരമുറുക്കി കെട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പണ്ടൊക്കെ വിരുന്ന് വിളമ്പുന്ന ആളുകൾ അരമുറുക്കി തോർത്തുകൊണ്ട് കെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ ചൂടുള്ള ആഹാരം വിളമ്പുകയാണ്. ഇതിനിടയിൽ അവരുടെ ഉടുതുണി അഴിഞ്ഞു പോയാൽ അവർക്ക് ഈ ആഹാരം എവിടെ വയ്ക്കാൻ പറ്റും? എന്തെങ്കിലും ഒരു കാര്യം തീരുമാനത്തോടെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അരകെട്ടുക എന്നുള്ളത് ശരിക്കും ഒരു പ്രൊട്ടക്ഷനാണ്. അരകെട്ടിയിട്ടില്ലെങ്കിൽ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, അതുപോലെയാണ് കാലിന് ചെരുപ്പ്. പട്ടാളക്കാർ സാധാരണ ലാടം പതിപ്പിച്ച ചെരുപ്പാണ് ഇടുക, വലിയ ബൂട്ട്. അവർ കാടും മലയും കുന്നുമൊക്കെ കയറി പോകേണ്ടവരാണ്. അവിടെ കൂർത്ത കല്ലുകൾ കാണും, അല്ലെങ്കിൽ ശത്രുക്കൾ എറിഞ്ഞിട്ടിരിക്കുന്ന മൂർച്ചയുള്ള ആണികളോ മറ്റ് അപകട സാധ്യതകളോ കാണും. കാലിലൊരു മുള്ളോ കല്ലോ കയറിയാൽ പിന്നെ ശ്രദ്ധ അതിലേക്കായി. ശരീരത്തിൽ മുറിവേറ്റാൽ ഒരു മനുഷ്യന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ വേദന അത് അവനെ തളർത്തിക്കളയും.
കാലിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ പിന്നെ ഒന്നും പേടിക്കണ്ട. മുട്ടുവരെ എത്തുന്ന കാൽച്ചട്ടയോടുകൂടിയ ബൂട്ടാണ് മിക്കപ്പോഴും പട്ടാളക്കാരെ ഇടുവിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. കല്ലും മുള്ളും കാട്ടുപാതകളും ചവിട്ടി താണ്ടി മുന്നേറുമ്പോൾ അവർക്ക് പേടിയേയില്ല. അവരിട്ടിരിക്കുന്ന ബൂട്ടിൻ്റെ അടിയിൽ ഇരുമ്പിലാടം അടിച്ചുറപ്പിച്ചിരിക്കുകയാണ്. എത്ര മൂർച്ചയുള്ള വസ്തുവിൽ ചവിട്ടിയാലും അവരുടെ കാലിനകത്തേക്ക് അത് കയറുകയില്ല. അത് അവിടെ വെച്ച് അമർന്നു പോകും. പ്രിയപ്പെട്ടവരെ, കുതിരയുടെ കാലിനടിയിലെ ലാടം പതിപ്പിക്കും. പണ്ട് കാളവണ്ടി ഉണ്ടായിരുന്ന കാലത്ത് റോഡിലൂടെ കാളവണ്ടി വലിക്കുന്ന കാളയുടെ കാലിനടിയിൽ ലാടം പതിപ്പിക്കും. ഞാനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്തിനാണ്? ഈ കാളയുടെ കാലിൻ്റെ താഴെ ഭാഗത്ത് നല്ല ഉറച്ച ഒരു പ്രതലമാണുള്ളത് എങ്കിലും, കുതിരയ്ക്കും അപ്രകാരമാണ് ഉള്ളതെങ്കിലും, പ്രിയപ്പെട്ടവരെ, മൂർച്ചയുള്ളൊരു വസ്തു ഇതിനെ തുളച്ച് കയറിയേക്കാം. അല്ലെങ്കിൽ ദീർഘമായ നടപ്പ്, ഈ റഫായിട്ടുള്ള പ്രതലത്തിലൂടെയുള്ള പ്രയാണം ഇതിൻ്റെ കാലിൻ്റെ അടിഭാഗത്തെ തേയ്മാനം വരുത്തിയേക്കാം. അതിൽ നിന്ന് ഈ മൃഗത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അതിൻ്റെ ഓട്ടമിടയ്ക്ക് നിലച്ചു പോകാതെ അത് വീണു പോകാതിരിക്കാനാണ് ലാടം പതിപ്പിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി തൻ്റെ ആത്മീക യുദ്ധത്തിൽ മറ്റൊന്നിനെക്കുറിച്ചും ആശങ്കപ്പെടാതിരിക്കാൻ, ശത്രുവിൻ്റെ തലയെ ചവിട്ടി അരയ്ക്കാൻ അവൻ്റെ കാലിന് ചെരുപ്പ് വേണം. വീണ്ടും നമുക്കറിയാം, ഒരു പടയാളി യുദ്ധത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ഉരുക്ക് കൊണ്ടുള്ള മാർഗവചം ധരിക്കും. ഏതെങ്കിലും കാരണവശാൽ തൻ്റെ പരിച കൊണ്ട് തടുക്കാൻ പറ്റാതെ, തൻ്റെ വാളുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാതെ ഒരു വെട്ടോ ഒരു കുത്തോ നെഞ്ചിന് നേരെ വന്നാൽ പടയാളി ചത്തുപോകാതിരിക്കാൻ, മാരകമായി മുറിവേൽക്കാതിരിക്കാൻ അത് തടയാനാണ് ഈ മാർഗവചം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മാർഗവചം കെട്ടാതെ ഒരു പടയാളി യുദ്ധത്തിന് പോയാൽ ഒരുപക്ഷെ പെട്ടെന്ന് മരണം സംഭവിച്ചേക്കാം. നാം തിരിച്ചറിയണം, മാർഗവചം ഒരു പടയാളിക്ക് പ്രൊട്ടക്ഷനാണ്. ഒരു വിശ്വാസി പോരാട്ട ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മാർഗവചം കെട്ടണം. അതുപോലെ കയ്യിലൊരു പരിചയം ഉണ്ടായിരിക്കണം. ശത്രു അയക്കുന്ന അമ്പോ ശത്രുവിൻ്റെ വെട്ടോ കുന്തം ചാട്ടുമ്പോൾ അത് നേരെ വന്ന് കൊള്ളാതിരിക്കുക തട്ടിമാറ്റാനോ ഈ പരിച ആവശ്യമാണ്. ഈ പരിചയുടെ ആധുനിക പതിപ്പ് നമ്മുടെ പോലീസുകാരുടെ കയ്യിലുണ്ട്. ലഹളയോ സമരമോ ഒക്കെ നടക്കുന്നിടത്ത് ഇന്നത്തെ ഒരു പ്രധാന രീതിയാണല്ലോ കല്ലേറ്. ഉന്നമുള്ളവരെറിഞ്ഞാൽ ഉറപ്പായിട്ടും ലക്ഷ്യത്തിൽ കൊള്ളും. അപ്പോൾ ഈ ഷീൽഡ് കൊണ്ടാണ് അവർ തടുക്കുന്നത്. ഫൈബർ ഷീൽഡുകളുമുണ്ട്, ചൂരൽ ഷീൽഡുകളുമുണ്ട്. അത് പഴയ കാലത്തെ പരിചയുടെ പുതുക്കിയ പതിപ്പാണ്. നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഈ കളരിപ്പയറ്റ് നമുക്ക് ഇപ്പോഴും ഉണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. അവിടെ ഇരുമ്പ് കൊണ്ടുള്ള പരിചയാണ് വെട്ടുതെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. താമ്രപ്പരിചകളും ഉപയോഗിച്ചിരുന്നു. ദാവീദിൻ്റെ കാലത്തും വാളും പരിചയും ഉപയോഗിച്ചതായി വേദപുസ്തകത്തിൽ ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു പ്രൊട്ടക്ഷനാണ്. കയ്യിലൊരു പരിചയമില്ലാതെ ഒരു ദൈവ പൈതൽ ഈ ലോകത്ത് ജീവിക്കരുത്. ഏത് ദിശയിൽ നിന്നാണ് എപ്പോഴാണ് വെട്ടുവരുന്നതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും പരിച കയ്യിൽ കരുതിയിരിക്കണം. തീർന്നിട്ടില്ല, തലയിലൊരു ഹെൽമെറ്റ് ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ അത് ഉരുക്ക് കൊണ്ടുണ്ടാക്കിയതാണ്. നല്ല ഘനമുണ്ട്. പക്ഷേ ഒരുവിധം വെട്ടതിൻ്റെ ആ ഹെൽമെറ്റ് തടുത്തുകൊള്ളും. തലയ്ക്ക് ക്ഷതമേറ്റാൽ ഒരു മനുഷ്യനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. അവൻ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, ചിലപ്പോൾ മരിച്ചു വീഴും. തലയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. പടയാളി ഹെൽമെറ്റ് ഇല്ലാതെ യുദ്ധത്തിന് പോകില്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് യുദ്ധക്കളത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധമുണ്ടാകണം. തലയിൽ ഹെൽമെറ്റ് ഉണ്ടാകണം. ഒരുപക്ഷെ പരിച കൊണ്ട് തടുക്കാൻ പറ്റിയില്ലെങ്കിൽ, വാളുകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വെട്ട് തലയിൽ വന്ന് വീണേക്കാം, അത് മരണകാരണമായേക്കാം. അപ്പോൾ അതിനെ തടുക്കാനാണ് ഈ ഹെൽമെറ്റ് തലയിൽ വേണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഹെൽമെറ്റ് വിവാദം കേരളത്തിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് അപകടം ഒഴിവാകുമോ? ഇല്ല. അപകടം സംഭവിക്കുമ്പോൾ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് രോഗി അപകടത്തിൽപ്പെടുന്നയാൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. ഹെൽമെറ്റ് ഉണ്ടെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാതെ വന്നേക്കാം. പ്രിയപ്പെട്ടവരെ, അതൊക്കെ ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷേ ഹെൽമെറ്റ് ഒരു പ്രൊട്ടക്ഷനാണ്. തീർച്ചയായിട്ടും അതൊരു പ്രൊട്ടക്ഷനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹെൽമെറ്റ് അല്ല അപകടം ഒഴിവാക്കുന്നത്. വാഹനം ഓടിക്കുന്നവരാണ് അപകടം സൃഷ്ടിക്കുന്നതും അപകടം ഒഴിവാക്കുന്നതും. ഇന്ന് പലരുടെയും വാഹനം ഓടിക്കൽ വലിയ അപകട സാധ്യത വിളിച്ചു വരുത്തുന്നതാണ്. ഇടതുവശത്തുകൂടെയും വലതുവശത്തുകൂടെയും യാതൊരു നിയമവും നോക്കാതെ കൊടുങ്കാറ്റ് വേഗത്തിൽ ചീറിപ്പായുന്ന ഇരുചക്ര വാഹനങ്ങൾ
പലപ്പോഴും സംഭ്രമിപ്പിച്ചിട്ടുണ്ട്. ആണും പെണ്ണും ഒരുപോലെ ഈ കാര്യത്തിൽ അഗ്രഗണ്യരാണ്. ഹെൽമറ്റ് ഉള്ളവരും ഇല്ലാത്തവരും പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നല്ലവണ്ണം ഡ്രൈവിംഗ് പഠിച്ച് ഏറ്റവും കൂടുതൽ അതിലെല്ലാ സൂക്ഷ്മതയും വെച്ചുകൊണ്ടല്ല പലപ്പോഴും റോഡിൽ ഇറങ്ങുന്നത്. ലേണേഴ്സ് ലൈസൻസ് ഉള്ളവരും വണ്ടി ഓടിക്കുന്നുണ്ട്. ചിലർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആക്സിലേറ്ററായി പോയേക്കാം. പ്രിയപ്പെട്ടവരെ, അപകടങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങൾ അതിൽ പെടുത്തേണ്ടതില്ല. പലപ്പോഴും ഓവർ സ്പീഡ്. പിന്നെ ചില ആളുകളുടെ കോൺഫിഡൻസാണ്, ഞാൻ അങ്ങോട്ട് കയറി ചെന്നാൽ മറ്റേയാൾ ഒതുങ്ങിയിരിക്കും, മറ്റേയാൾ കണ്ടില്ലെങ്കിലോ, ഒതുങ്ങാൻ നേരം കിട്ടിയില്ലെങ്കിലോ, മറ്റേയാൾ ഒതുക്കിയില്ലെങ്കിലോ, ഈ കയറി ചെല്ലുന്ന ആളുടെ അതേ മനോഭാവമാണ് എതിരെ വരുന്നയാൾക്കെങ്കിൽ ഞാനങ്ങ് ഒതുങ്ങുന്നില്ല എന്ന് വെച്ചാലോ കുട്ടിയുടെ ഉറപ്പാണ്. അപകടം മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ്. ഹെൽമറ്റ് അപകടത്തിലൊരു ചെറിയ പ്രൊട്ടക്ഷനാണെന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഇനി യുദ്ധത്തിന് പോകുന്നയാളുടെ കയ്യിൽ ഒരു വാളുണ്ടായിരിക്കണം. പ്രതിരോധിച്ചാൽ മാത്രം പോരാ, ആക്രമിക്കാനും ആ മനുഷ്യൻ തയ്യാറായിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും യുദ്ധം ജയിക്കാൻ പറ്റില്ല. പ്രതിരോധത്തിനുള്ളതും പ്രൊട്ടക്ഷനുള്ളതും എത്ര കരുതിയാലും അറ്റാക്ക് ചെയ്യാനുള്ളത് കയ്യിലില്ല എങ്കിൽ യുദ്ധത്തിൽ തോൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വാള് കയ്യിലുണ്ടായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് വ്യക്തതയോടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, റോമൻ പടയാളി ധരിക്കുന്നത് പോലെ വിശ്വാസിയെ നീ പോരാട്ടത്തിന് തയ്യാറാവുക, നീ സർവായുധവർഗം ധരിക്കുക. അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്ന ആയുധങ്ങൾ: ഒന്ന്, നീ അരമുറുക്കി കെട്ടണം. ഒരു വിശ്വാസി അരയ്ക്ക് കെട്ടേണ്ടത് തുകൽ ബെൽറ്റല്ല, തുണി ബെൽറ്റുമല്ല. ഒരു വിശ്വാസി അരയ്ക്ക് കെട്ടേണ്ടത് സത്യമാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. സത്യം കൊണ്ട് അരമുറുക്കി കെട്ടണം എന്ന് വെച്ചാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തൻ്റെ വസ്ത്രം നഷ്ടപ്പെടാതിരിക്കാൻ, തൻ്റെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ താൻ അരമുറുക്കി കെട്ടേണ്ടത് സത്യം കൊണ്ടാണെന്ന് അപ്പോസ്തലൻ പറയുന്നു. അസത്യത്തിന് ജീവിതത്തിൽ ഇടമുണ്ടാകരുത്, സത്യത്തിന് ജീവിതത്തിൽ ഇടമുണ്ടാകണം. സത്യത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം, സത്യം സംസാരിക്കുന്നവരായിരിക്കണം, സത്യത്തിൻ്റെ വക്താക്കളായിരിക്കണം, സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം. അസത്യവാദിയാകരുത്, സത്യവാദിയാകണം ഒരു വിശ്വാസി. അത് ഈ പോരാട്ടത്തിൽ ഏതറ്റം വരെയും ഒരു വിശ്വാസിക്ക് വിജയം നൽകും. ഓർക്കുക, അസത്യം പറയുന്നവർ, കളവ് പറയുന്നവർ, വാക്കുവ്യത്യാസം പറയുന്നവർ നാളെ വീഴും. ഉറപ്പായിട്ട് ഈ പറഞ്ഞ അസത്യം തന്നെ അവരെ വീഴ്ത്തും. സത്യം പറയുന്നവർ വീഴേണ്ടി വരില്ല, വീണ്ടും വിചാരമുണ്ടാകേണ്ടി വരില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ വിജയകരമായ മുന്നേറ്റം ഉണ്ടാകും. അപ്പോൾ അരമുറുക്കി കെട്ടണം, ബെൽറ്റ് സത്യമായിരിക്കണം, സത്യത്തെ മുറുകെ പിടിക്കണം, സത്യത്തിന് നേരെ കണ്ണടയ്ക്കരുത് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ രണ്ടാമത് നീതി എന്ന മാർഗവചം ധരിക്കണം. അച്ഛൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു നെഞ്ചിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഈ പടയാളി ധരിക്കുന്നതാണ് മാർഗവചം. എതിരാളിയുടെ ഏതെങ്കിലും വെട്ടത്തെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നെഞ്ച് പിളർന്നു പോകാതിരിക്കാൻ. ഇവിടെ പറഞ്ഞത് നീതിയായിരിക്കണം നിൻ്റെ മാർഗവചം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നീതിയുള്ള ആളാണെങ്കിൽ ഈ വെട്ടുകളൊക്കെ തടുക്കാൻ പറ്റും. നീതി കൊണ്ട് അതിനെ തടുക്കാം. പക്ഷേ അനീതിയാണ് കയ്യിലുള്ളതെങ്കിൽ, അനീതിയുടെ ആളാണെങ്കിൽ, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെങ്കിൽ, അനീതി കണ്ടിട്ട് കണ്ണടയ്ക്കുന്ന ആളാണെങ്കിൽ, അനീതി പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ വെട്ടുകൊള്ളും, വീഴുകയും ചെയ്യും. നീതി ഉള്ളിലുള്ളവരായി, നീതി പ്രവർത്തിക്കുന്നവരായി, നീതിക്ക് വേണ്ടി നിൽക്കുന്നവരായി, നീതിക്ക് വേണ്ടി വാദിക്കുന്നവരായി, നീതിയുടെ വക്താക്കളായി ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളുക. ഒരിക്കലും തോൽക്കാനിടവരില്ല എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. ആരൊക്കെ നിങ്ങളെ അറ്റാക്ക് ചെയ്താലും, എത്ര വലിയ പോരാട്ടം നേരിടേണ്ടി വന്നാലും, നീതി കയ്യിലുണ്ടെങ്കിൽ, നീതിബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ തോൽക്കാനിടവരില്ല. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, സമാധാന സുവിശേഷത്തിനുള്ള ചെരുപ്പ് അണിയുക, കാലിന് പ്രൊട്ടക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഈ ലോകത്ത് തൻ്റെ കാലിന് ഇടർച്ച വരാതിരിക്കാൻ ചെരുപ്പായി അണിയേണ്ടത് സമാധാന സുവിശേഷത്തിനുള്ള സന്നദ്ധതയാണ്. സുവിശേഷം സമാധാനത്തിൻ്റേതാണ്, സുവിശേഷം സമാധാനമാണ്, സുവിശേഷം സമാധാന പ്രഭുവിനെക്കുറിച്ചുള്ളതാണ്, സുവിശേഷം യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തുള്ള പോരാട്ടത്തിൽ എത്ര വലിയ പോരാട്ടം നേരിടേണ്ടി വന്നാലും പരാജയപ്പെടേണ്ടി വരില്ല. എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിനെ ലൗകികമായി ചിന്തിക്കരുത്. രോഗം വരില്ലെന്നോ, പ്രയാസം വരില്ലെന്നോ, ശത്രുക്കൾ വേട്ടയാടുകയില്ലെന്നോ, അസ്വസ്ഥതകൾ വരില്ല എന്നോ ഒന്നുമല്ല ഈ പറഞ്ഞത്. ആരൊക്കെ ഏതൊക്കെ നിലകളിൽ ഏതെല്ലാം അളവിൽ എത്ര ശക്തമായി നേരിട്ടാലും ദോഷം പ്രവർത്തിച്ചാലും ഇയാൾ തളർന്നു പോകാതെ, വീണുപോകാതെ ഉറച്ചു നിന്ന് മുന്നേറാൻ
സമാധാന സുവിശേഷം അറിയിക്കാനുള്ള സന്നദ്ധത ആ വ്യക്തിയെ സഹായിക്കും. സുവിശേഷ വേല ജീവിത ലക്ഷ്യമായി കാണണം ഓരോ ദൈവ പൈതലും. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിൻ്റെ പ്രഥമ ചുമതല സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മൈക്കെടുത്ത് പ്രസംഗിക്കുക എന്നുള്ളതല്ല. സുവിശേഷം എന്താണെന്ന് താൻ അറിഞ്ഞത് മറ്റുള്ളവരെ അറിയിക്കുക. അത് തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ, തൻ്റെ പെരുമാറ്റത്തിലൂടെ, തൻ്റെ സംസാര ശൈലിയിലൂടെ, തൻ്റെ ഇടപെടലിലൂടെ ഈ ദൈവസ്നേഹം മറ്റൊരാളിലേക്ക് പകരുക. ഇതിൻ്റെ പേരാണ് സമാധാന സുവിശേഷം അറിയിക്കുന്ന കാലിൻ്റെ ചെരുപ്പ് അല്ലെങ്കിൽ ഒരുക്കം എന്ന് പറയുന്നത്. സുവിശേഷത്തിന് എതിര് നിൽക്കരുത്, സുവിശേഷത്തോട് മറുതലിക്കരുത് എന്നും കൂടെ അവിടെ ഒരു ചിന്ത പറഞ്ഞു വയ്ക്കാനുണ്ട്. എനിക്ക് ഒരുപാടൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പറയുന്നവരെ തടുക്കരുത്. ഞാൻ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്യുന്നവരെ തടുക്കരുത്. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ എനിക്ക് വേണ്ടിയും കൂടെയാണ് അത് ചെയ്യുന്നത് എന്ന് വരും. അപ്പോൾ ദൈവമക്കളെ, ഇത് നമുക്ക് വിജയം തരും. യുദ്ധത്തിൽ നാം ജയിക്കും. അപ്പോൾ നാലാമത് പറയുന്നത് വിശ്വാസം എന്ന പരിച ധരിക്കണമെന്നാണ്. ഈ പരിച കയ്യിലുണ്ടെങ്കിൽ ഏത് വെട്ട് വന്നാലും തടുക്കാൻ പറ്റും. വിശ്വാസം കൊണ്ട് എന്തിനേയും നേരിടാം. എനിക്ക് മതിയായവനായ ഒരു ദൈവം ജീവിക്കുന്നു. എൻ്റെ രക്ഷിതാവ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എനിക്ക് വേണ്ടി മരിച്ച മരണത്തെ ജയിച്ചവൻ, എനിക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് മരണത്തെ മറികടന്നവൻ, എൻ്റെ കൂടെ ഇരിക്കുന്നവൻ, എന്നെ വഴിതെളിച്ച് നടത്തുന്നവൻ, എന്നെ കൈപിടിച്ച് നടത്തുന്നവൻ, എൻ്റെ പരിപാലകൻ, ഉറക്കം തൂങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവനെനിക്ക് മതിയായവൻ, അവനെനിക്ക് ജയം തരുമെന്ന ഉറപ്പ് ജീവിതത്തിലുള്ള ഒരാൾക്ക് ഏതറ്റായ്ക്കും ഈ വിശ്വാസം എന്ന പരിചയ കൊണ്ട് തടുക്കാൻ പറ്റും. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു വ്യക്തിയെ ഈ ലോകത്തിൻ്റെ എല്ലാ ചിന്തകളിൽ നിന്നും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, എല്ലാ വാഴ്ചകളുടെ അധികാരങ്ങളുടെയും പോരാട്ടത്തിൽ നിന്നും പ്രതിരോധിക്കാനായിട്ട് ശക്തീകരിക്കും. ദൈവമക്കളെ, അപ്പോൾ വിശ്വാസമെന്ന പരിച ധരിക്കണം. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അതികഠിനമായ പരീക്ഷ പരമ്പരകൾ വന്നിട്ട് ഇയ്യോബ് അതെല്ലാം നേരിട്ടത് വിശ്വാസമെന്ന പരിച മുറുകെ പിടിച്ചുകൊണ്ടാണ്. അവൻ ഒരിക്കലും പതറുകയോ തൻ്റെ ജീവിതത്തിൽ നിരാശനാവുകയോ ചെയ്തില്ല. എന്നാൽ ദൈവം അവനെ യോഗ്യതയോടെ പുറത്തു കൊണ്ടുവന്നല്ലോ. അത് നമ്മൾ വളരെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് പോരാട്ട ജീവിതത്തിൽ വിശ്വാസമെന്ന പരിച പ്രയോജനപ്പെടേണ്ടത്. നിർഭാഗ്യാവശാൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ വിശ്വാസത്തെ ത്യജിച്ച് ദൈവത്തെ ചോദ്യം ചെയ്ത് വളരെ നിരാശപ്പെടുന്ന ആളുകളെയാണ് ഈ കാലഘട്ടത്തിൽ കാണുന്നത്. അത് വിശ്വാസ ജീവിതത്തിൽ പോരാട്ടം നടത്താത്തവരും സ്വയം പരാജയപ്പെടുന്നവരുമാണ്. 5-ാമത് അപ്പോസ്തലൻ പറയുന്നത് രക്ഷയാകുന്ന പടത്തൊപ്പി ധരിക്കണമെന്നാണ്. ഹെൽമെറ്റ്. പ്രിയപ്പെട്ടവരെ, രക്ഷിതാവിനെ ശിരസിലണിയണം. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ശിരസിൽ പ്രാപിക്കണം. അതാണ് അടയാളം. എൻ്റെ കർത്താവിൻ്റെ രക്തം എനിക്ക് അടയാളം ആയി വീണിട്ടുണ്ടെങ്കിൽ ഞാൻ സംരക്ഷിതനാണ്. പിന്നെ ശത്രുവിന് എൻ്റെ തലയ്ക്ക് മേൽ അധികാരമില്ല, ഒരു വെട്ടമെൻ്റെ മേൽ കൊള്ളുകയില്ല. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ഞാൻ മറയപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ മുദ്രയും അടയാളവും എൻ്റെ ശിരസ്ത്രവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു രക്ഷയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഒടുവിൽ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത് ദൈവവചനമെന്ന വാൾ ധരിക്കണമെന്നാണ്. അങ്ങോട്ട് യുദ്ധം ചെയ്യേണ്ടത് ഈ വാളുകൊണ്ടാണ്. ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം പഠിക്കണം, ദൈവവചനം എടുത്ത് പ്രയോഗിക്കണം. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മെ വീഴിക്കാൻ ഏതെങ്കിലും ശക്തി ഏതെങ്കിലും സമയത്ത് ശ്രമിച്ചാൽ ദൈവവചനം എന്തു പറയുന്നു എന്നാണ് ആലോചിക്കേണ്ടത്. യേശുവിന് പരീക്ഷ നേരിട്ടപ്പോൾ അവൻ വചനം കൊണ്ടാണ് നേരിട്ടത്. എൻ്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ വേറെ ആരെയും ആരാധിക്കരുതെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് യേശുക്രിസ്തു പ്രതിവചിച്ചു. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, വിട്ടുപോക എന്ന് കർത്താവ് വീണ്ടും കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വചനമെന്ന വാൾ കൊണ്ടാണ് ശത്രുവിനെ കർത്താവ് കീഴടക്കിയത്. ദൈവമക്കൾ, വചനമെന്ന വാൾ കൊണ്ടാണ് ശത്രുവിനെ കീഴടക്കേണ്ടത്. അപ്പോൾ വചനം നിരന്തരം ധ്യാനിക്കണം. നിരന്തരം ഒരു കടമ കഴിക്കുന്നത് പോലെ ദിവസത്തിലൊരു അധ്യായം സങ്കീർത്തനം വായിക്കുന്നതോ ഏതെങ്കിലും ഒരു പാസേജ് വേദപുസ്തകം പിറുപിറുത്ത് വായിച്ചു തീർക്കുന്നതോ വായിച്ചതെന്താണെന്ന് മനനം ചെയ്യാതെ മനസ്സവിടെ ഉറപ്പിക്കാതെ ഒരു കടമ ചെയ്ത് അവസാനിപ്പിക്കുന്നതോ അല്ല. ഏകാഗ്രതയോടെ വായിക്കുന്നതിൽ മനസ്സുറപ്പിച്ച് ധ്യാനിക്കണം. അങ്ങനെ വചനം ഹൃദയസ്ഥമാക്കണം.
വചനം കൊണ്ട് ജീവിതത്തിൽ യുദ്ധം ചെയ്യണം. പോരാട്ടത്തിൽ വിജയം ഉറപ്പാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് പോരാടി ജയാളികളാകുവാൻ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ആയുധം ധരിക്കാം, പടയാളികളെപ്പോലെ ഉണർന്നെഴുന്നേൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൂതനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉണരേണ്ടതിനെക്കുറിച്ച്, ഞങ്ങൾ എഴുന്നേൽക്കേണ്ടതിനെക്കുറിച്ച്, സർവായുധവർഗം ധരിക്കേണ്ടതിനെക്കുറിച്ച്, ഞങ്ങളുടെ പോരാട്ട ജീവിതത്തിൽ ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ടതിനെക്കുറിച്ച് ഇവിടുന്ന് വ്യക്തമായി ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഈ കേട്ട ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവമേ, ഏത് പോരാട്ടത്തെയും നേരിട്ട് ജയിച്ച് ദൈവമേ ഞങ്ങൾ സംരക്ഷിതരായി, അതേസമയം ശത്രുവിനെ കീഴടക്കുന്നവരായി ജയാളികളായി നിൻ്റെ മുമ്പിൽ വെളിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ശക്തീകരിക്കണം. ഞങ്ങൾക്ക് അതിനുള്ള എല്ലാ ഒരുക്കവും എല്ലാ ബലവും എല്ലാ കൃപയും തന്ന് ഞങ്ങൾ നിറയ്ക്കണം. വിനയപൂർവ്വം ഞങ്ങളെല്ലാവരെയും അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.